ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ദളപതി 69 അപ്ഡേറ്റുകൾ വരാൻ തുടങ്ങി. ഇന്നും നാളെയുമായിട്ട് പടത്തിലെ കാസ്റ്റ് അനൗൺസ്മെൻറ്റ് തരികയാണ്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയണ്ടേ ആരൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ബോബി ഡിയോൾ മാത്രം അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നും നാളെയായിട്ട് ബാക്കിയൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യും. പക്ഷേ പ്രീ അനൗൺസ്മെൻറ്റ് ടൈമിൽ എല്ലാ കാസ്റ്റിൻ്റെയും നിഴൽ മാത്രം പുറത്തുവിട്ടായിരുന്നു. അത് വെച്ച് ഡീകോഡ് ചെയ്തപ്പോൾ തന്നെ എല്ലാം കാസ്റ്റും കിട്ടി. അതിൽ പൂജാഗട്ടിയുണ്ട്, മമിത ബൈജുണ്ട്, പ്രകാശ് രാജുണ്ട്, അതുപോലെ പ്രിയാമണിയുമുണ്ട്. പ്രകാശ് രാജും പ്രിയാമണിയാണ് അൺഎക്സ്പെക്റ്റഡ് കാസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് കാസ്റ്റ് ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഫസ്റ്റ് എല്ലാം തന്നെ ഹീറോയിൻ നെയിം കേട്ടത് സമന്തി ആയിരുന്നുവെങ്കിലും പൂജാഗട്ടിയാണ് കൺഫേം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലവരും ഈ പടം ഗതി പിടിക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം പൂജാഗട്ടിൻ്റെ ഫിലിമോഗ്രാഫി എടുത്താൽ 3/4 പടവും ദുരന്തം പടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പടവും ആ രീതിയിലാകുമോ എന്ന് പലവർക്കും സംശയമുണ്ട്. ആൻഡ്രിക്കാണ് എന്ന് നമ്മുടെ ഓരോ വിശ്വാസമല്ലേ, അതിൽ ബ്രേക്ക് ആകുമെന്ന് നോക്കാം. അപ്പോൾ ഇന്നൊരു കാസ്റ്റ് ഉണ്ടല്ലോ, അത് അനൗൺസ്മെൻറ്റ് ചെയ്യുമല്ലോ ഒഫീഷ്യലായിട്ട്. അത് പൂജാഗട്ടി അപ്ഡേറ്റ് ആകാനാണ് ചാൻസ്. കാരണം ഫസ്റ്റ് വില്ലൻ നിന്നും സെക്കൻഡ് ഹീറോയിൻ തന്നെയുള്ള ചാൻസാണ് കൂടുതൽ. ഒക്ടോബർ 4 പൂജ വീഡിയോയും പുറത്തുവിടാൻ ചാൻസ് ഉണ്ട്. ഒക്ടോബർ 4 പൂജ നടക്കുന്നത്. അപ്പം തന്നെ ഫോട്ടോസോ വീഡിയോസൊക്കെ പുറത്തു വരുന്നതായിരിക്കും. കാരണം ഒക്ടോബർ 5 ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെയാണ് കിട്ടിയ വിവരങ്ങൾ. പിന്നെ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഇടുന്നില്ല, കണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കൃത്യമായുള്ള അപ്ഡേറ്റ്സ് ലഭിച്ചാൽ ഉടൻ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അവിടെ താഴെ കാണാൻ ലൈക്ക് ബട്ടൺ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.